ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യം അങ്ങോട്ട് തുടരുകയാണെങ്കിൽ ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് പോകുമോ? ശരിക്കും അത് ഇന്നലെ തന്നെ ഞാൻ ഈ ന്യൂസുകൾ കണ്ടപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ധരിച്ചൊരു കാര്യം, ഒരു ടാർഗറ്റുകൾ നമ്മൾ തുടർച്ചയായിട്ട് ആദ്യം തന്നെ ചെയ്ത, നമുക്ക് പാകിസ്ഥാൻ നമ്മളെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ കുറേ ആൾക്കാരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നമ്മൾ റിയാക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ട് എസ്കലേറ്റ് ചെയ്യില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ഞാൻ തുടക്കത്തിൽ. കാരണം ഇനി അങ്ങോട്ടുള്ള യുദ്ധങ്ങളെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള യുദ്ധങ്ങളാണ്. അതിന് പാകിസ്ഥാൻ അതിനുള്ള കെൽപ്പുണ്ടോ കഴിവുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ അറിവിലും എൻ്റെ ഇൻഫർമേഷനിലും പാകിസ്ഥാൻ ഇനി അതങ്ങോട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോവില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ പിന്നൊരു കാര്യം സംഭവിച്ചതെന്ന്, ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒരു രാജ്യമെന്ന നിലയ്ക്ക് പാകിസ്ഥാൻ ഒരു നിലനിൽപ്പുണ്ടാകണം. മാത്രമല്ല അവരുടെ നാട്ടുകാരുടെ ഇടയ്ക്ക് പാകിസ്ഥാൻ എന്താണ് ചെയ്തത് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ട് പാകിസ്ഥാൻ ഒരിക്കലും വെറുതെ ഇരിക്കാൻ സാധിച്ചതല്ലായിരുന്നു കാരണം. പക്ഷെ അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇൻ്റർനാഷണൽ ബോർഡറിൻ്റെ അങ്ങും ഇങ്ങോട്ടും ഉള്ള സ്ഥലങ്ങളിൽ സാധാരണ നടക്കാറുള്ളതുപോലെ ഷെല്ലിങ്ങും കൗണ്ടർ ഷെല്ലിങ്ങും മിസൈൽ ആക്രമണമൊക്കെ നടത്തി ആകെ ഒരു സന്ദർഭത്തെ ബുദ്ധിമുട്ടിലാക്കി എന്നുള്ളതാണ് ഇന്ത്യ അത് ഒരു പരിധി വരെ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും തയ്യാറെടുപ്പ് പൂർണ്ണമായിട്ടായിരുന്നു ഇന്ത്യയുടെ. LOCയുടെ രണ്ട് ഭാഗത്തും, ഇൻ്റർനാഷണൽ ബോർഡറിൻ്റെ രണ്ട് ഭാഗത്തും, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നമ്മൾ വളരെ ഭംഗിയായി തന്നെ സൈന്യങ്ങളെ വിന്യസിച്ച് പൂർണ്ണ തയ്യാറെടുപ്പിലായിരുന്നു നമ്മളിത് തുടങ്ങിയത്. കാരണം പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രമായതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനൊരു തീരുമാനത്തിലെത്താനും നമ്മുടെ സൈന്യങ്ങളെ പൂർണ്ണമായിട്ട് യുദ്ധസമാനമായിട്ടുള്ള ഒരു വിന്യസിക്കൽ തന്നെയായിരുന്നു. അത് നമുക്കറിയാം. പല പട്ടാളക്കാരെയൊക്കെ തിരിച്ച് ലീവിൽ നിന്നൊക്കെ തിരിച്ചു വിളിച്ച് ഒരു യുദ്ധസമാന രീതിയിലുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഡിപ്ലോയ്മെൻറ്റ് നമ്മുടെ ബോർഡർ ഏരിയയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ ഈ നടത്തിയ ആക്രമണങ്ങളും ബോർഡർ കടത്തിയുള്ള മിസൈൽ ആക്രമണങ്ങളും പിന്നെ ഇതിനിടയ്ക്ക് തന്നെ പലതരത്തിലും ട്രൂപ്സിനെ, അതായത് ഇൻഫിൽട്രേഷൻ വഴി വീണ്ടും നമ്മുടെ ടെററിസ്റ്റിനെ കൊണ്ട് വരാനുള്ള, ഇന്നലെ സാംബയിൽ തന്നെ സാംബ സെക്ടറിൽ BSFൻ്റെ ഒരു കൂട്ടം ആൾക്കാർ ഇന്നലെ രാത്രി ഒരു 8-8:30 മണിക്ക് തന്നെ ഒരു ഗ്രൂപ്പ് വന്ന് ഇൻഫിൽട്രേഷൻ ചെയ്യാൻ ശ്രമിച്ചവരെ തടച്ചു വിടാൻ പറ്റി. അതിൽ ആ ഏരിയ മുഴുക്ക കോർഡൺ ചെയ്ത് രാത്രി തന്നെ വെച്ചിട്ട് ഇന്ന് അവരെ പിടിക്കാനുള്ള ഒരു തുടക്കം ഉണ്ടായിരുന്നു ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള, അത് ഇൻഫിൽട്രേഷൻ വഴി പിന്നെ നമ്മുടെ ടെററിസ്റ്റിനെ കടത്തിവിടുക, അവരുടെ മിസൈൽസ് ആക്രമിക്കുക, അങ്ങനെ നമ്മുടെ ഭാഗത്തുള്ള ഒരു 10-15 ടാർഗറ്റ്, ജമ്മു കാശ്മീരിലായാലും ശരി, പഞ്ചാബിലായിരുന്നാലും രാജസ്ഥാൻ, പിന്നെ ഗുജറാത്ത് വരെയുള്ള കച്ച് ഭുജ് വരെയുള്ള ആ ഏരിയയിലുള്ള ടാർഗറ്റുകൾ അവർ സെലക്ട് ചെയ്ത് അത് മിസൈൽ ആക്രമണം നടത്താനുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കുണ്ടായിരുന്ന ഒരു കഴിവെന്ന് പറയുന്നത്, അവർ ചിലപ്പോൾ അത് മനസ്സിലാക്കാതെ ആയിരിക്കാം, ചൈനീസ് നിലയിലുള്ള കുറേ പിന്നെ 1-2 യുദ്ധങ്ങളും അവരുടെ മിസൈൽസും ഒക്കെ നമ്മൾ ചെറുക്കാനായിട്ട് കൊണ്ടുവന്നു. പക്ഷേ അതിനെയൊക്കെ നമുക്ക് എയറിൽ വെച്ച് തന്നെ നമ്മുടെ ഇടയിൽ വന്ന് വീഴാതെ തന്നെ അതിനെയൊക്കെ തകർക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. കാരണം അതിന് നമുക്ക് നമ്മുടെ സുദർശൻ ചക്ര എന്നുള്ള ആ ഒരു മിസൈൽ നമ്മൾ തിരിച്ചയച്ച് അതിനെയൊക്കെ ഇല്ലാതാക്കി, എയറിൽ വെച്ച് ഇതിനെ ഇല്ലാതാക്കി നമ്മുടെ അടുത്ത് നമ്മുടെ ടാർഗറ്റിൽ പതിക്കാൻ സമ്മതിക്കാതെ അതിനെ ചെറുത്ത് നിർത്താനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരുന്നത് നമ്മൾ സാധിച്ചു. എന്നിട്ടാണ് നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുന്നത്. നമ്മളിത് ആദ്യത്തെ ആ ഒരു ടാർഗറ്റ് കഴിഞ്ഞ് 9 ടാർഗറ്റ് കഴിഞ്ഞ് മിണ്ടാതിരിക്കുന്ന അവസരത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോഴാണ് ഏതാണ്ട് സിന്ദൂറിൻ്റെ സെക്കൻഡ് ഫേസ് എന്നോണം നമ്മൾ വീണ്ടും അവരുടെ ഇടയ്ക്ക് പോയതും ലാഹോർ, കറാച്ചി തുടങ്ങിയ ഭാഗങ്ങളെ ആക്രമിക്കാനും മിസൈൽ ആക്രമിക്കാനും ഭംഗിയായിട്ട് തന്നെ നമുക്ക് തന്നതിൻ്റെ 3 ഇരട്ടി താക്കത്തോടു കൂടി അങ്ങോട്ട് കൊടുക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കറാച്ചിയിൽ ഇപ്പം നമ്മുടെ ഒരു നേവൽ, ഇതിൻ്റെ ഒരു സൈലൻ്റ് ആയിരുന്ന നേവൽ ഇന്നലെ രാത്രി തന്നെ അതിനെ വിന്യസിക്കാൻ സാധിച്ചു. ഏതോ ഒരു സ്ഥലത്ത് ഞാനൊരു ചാനലിൽ പറയുന്നു, നേവലിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. നേവൽ ഇന്നലെ അവർ റെഡിയായിരുന്നു. അറേബ്യൻ സീയിൽ ഒരു ബ്ലോക്കേഡ് ഉണ്ടാക്കി ഏത് തരത്തിലുള്ള ആക്രമണവും നമ്മുടെ പിന്നെ അറേബ്യൻ സീയിലുള്ള ആ ഏരിയയിലേക്ക്, നമ്മുടെ കരയിലേക്ക്, അതായത് ഭുജ് തൊട്ട് ഇത് തൊട്ട് പിന്നെ ഇങ്ങോട്ട്, ഭുജല്ല, നമ്മുടെ പിന്നെ ഇതിൻ്റെ
ഗുജറാത്തിൻ്റെ ആ എൻഡ് തൊട്ട് നമ്മുടെ കേരളത്തിൻ്റെ എൻഡ് വരെയുള്ള അറേബ്യൻ സീയുടെ ആ വെസ്റ്റേൺ കോസ്റ്റ് വളരെ ഭംഗിയായി നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എക്സ്റ്റൻഷൻ എന്നോണം ഭുജിൻ്റെ കറാച്ചി ഏരിയയിലേക്ക് നമ്മുടെ പിന്നെ നേവിയെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാനിങ് നമുക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്ലാനിങ്ങുകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നു. അതൊക്കെ ഇന്നലെ രാത്രി അങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. പിന്നെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ ലാഹോറിനെയും ഇസ്ലാമാബാദിനെയും ഒക്കെ ആക്രമിച്ചു. അവിടെയൊക്കെ വലിയ വലിയ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ആ നഷ്ടങ്ങളുടെ ഇടയ്ക്ക് അവരൊക്കെ ഇൻഫാക്റ്റ് ഇസ്ലാമാബാദിൽ ആക്രമണം അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനമന്ത്രി തന്നെ ഏതോ ബങ്കറിലേക്ക് മാറേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രമാത്രം പ്രിസൈസീവായിട്ട് നമ്മളുടെ ടാർഗറ്റുകളും നമ്മുടെ മിസൈൽസും ഒക്കെ പ്ലാൻ ചെയ്ത് വളരെയധികം നഷ്ടം അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സൈറൻ്റെ സൗണ്ട് നമ്മൾ TV ചാനലുകളിലൂടെ കേൾക്കുന്ന ഒരവസരം ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടായിരുന്നു. ഞാനിന്നൊരു 2-3 മണി വരേക്കും രാത്രി ഞാനിത് ഫോളോ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഈ സൈറൻ്റെ സൗണ്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഈവൻ നമ്മുടെ ഭാഗത്ത് തന്നെ കംപ്ലീറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് JNKയും ജമ്മു കാശ്മീരും ഒക്കെ കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിലായിരുന്നു ഈ സമയത്തൊക്കെ. അപ്പം അങ്ങനെയൊക്കെ വളരെ ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഒരു അൺഡിക്ലെയർഡ് വാർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആ രീതിയിൽ തന്നെയാണ് ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പാകിസ്ഥാൻ്റെ എടുത്തുചാട്ടവും പാകിസ്ഥാൻ നമ്മുടെ ഏരിയയിൽ വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇത് വരുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ശരിക്കും ഇൻഫാക്റ്റ് US ഒക്കെ പറഞ്ഞ് മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ പറഞ്ഞത് ഇതുകൊണ്ട് നിർത്തണമെന്നുള്ളതായിരുന്നു. പക്ഷെ അത് നിർത്തില്ലാത്തതെന്നപ്പോൾ US ഇന്നലെയും പറഞ്ഞൊരു കാര്യം, ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇതാണ്. ഇന്ത്യക്ക് തീർച്ചയായിട്ടും അതിനുള്ള അധികാരമുണ്ട്. ആദ്യമായിട്ടും അവരുടെ ഇടയ്ക്ക് കയറി ഒരു പാവപ്പെട്ട സോഫ്റ്റ് ടാർഗറ്റായിട്ടുള്ള വിനോദസഞ്ചാരികളെ കൊന്ന ഒരു പിന്നെ ടെററിസ്റ്റ് ആക്ഷൻ ഒരിക്കലും ഒരു വെറുതെ വിടുന്ന ആൾക്കാരൊന്നും അല്ല. അത് നമുക്ക് തന്നെയും നമ്മുടെ മറ്റു രാജ്യങ്ങൾക്ക് തന്നെയും അതൊരു പ്രധാനമായിട്ടുള്ള ഒരു എക്സാമ്പിളായിട്ട് തന്നെ അത് കാണണം. ടെററിസ്റ്റ് ആക്ഷൻ എവിടെ ഉണ്ടായാലും നമ്മളതിനെ എതിർക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വന്നിട്ടുണ്ട് ചർച്ചകൾക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ പാകിസ്ഥാനിലേക്ക് പോകുന്നു ഒക്കെയാണ് ന്യൂസ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളുടെ സൗദി അറേബ്യയുടെ തന്നെ പിന്നെ അവരുടെ രാജകുടുംബത്തിലുള്ളവരോ നമ്മുടെ അവിടെ പറയാതെ തന്നെ നേരത്തെയുള്ള ഇൻഫർമേഷൻ ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിൽ നമ്മുടെ അവിടെ ഡൽഹിയിൽ വരികയും ഡൽഹിയിൽ ജമ്മുവിൽ പോവുകയും നമ്മുടെ ആൾക്കാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുകയുണ്ടായി. അദ്ദേഹം തന്നെ വീണ്ടും പാകിസ്ഥാനിലേക്ക് പോകുന്നു എന്നാണ് നമുക്കറിയാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചർച്ചകൾ വരുമ്പോൾ പാകിസ്ഥാൻ ഏത് തരത്തിലാണോ ഇത് പിടിച്ചു നീക്കുന്നത് അവരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒന്നും അല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള തീരുമാനം അവർക്കെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ നാട്ടുകാർക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. സത്യം ആ സാഹചര്യത്തിലേക്കല്ലേ പോകുന്നത്. അത് വേറൊരു കാര്യമുണ്ട്. ബലൂച്ചിൽ എന്താ നടക്കുന്നത്? BLA ബലൂച്ച് ലിബറേഷൻ ആർമി ഭംഗിയായിട്ട് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ്. അവരുടെ ആ ഏരിയയൊക്കെ അവർ ഏറ്റെടുത്ത പല ഏരിയകളും ബലൂച്ചിനകത്ത് അവരുടെ BLA ഏറ്റെടുത്തിട്ട് അവരുടെ പട്ടാളക്കാരെ അവിടെ നിന്ന് തുരത്തിവിട്ട സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അതിൻ്റെ അകത്ത് തന്നെ പ്രശ്നമാണ്. പിന്നെ നമ്മുടെ POKയുടെ അകത്ത് തന്നെ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്തൂൺ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇന്ത്യയുടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ള ഒരു രീതിയിലാണ് ഇന്ന് പാകിസ്ഥാൻ നിൽക്കുന്നത്. എത്രമാത്രം അവർക്കിത് മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്ക് വലിയ ഒരു ആശങ്കയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിത് വലിയ കാലം കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതിനെ ഞാൻ ചിന്തിക്കുന്നത്. ഇന്ത്യ സ്വതന്ത്രമായിട്ട് സൈനികർക്ക് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തുടങ്ങിയ ഒരു ഫൈറ്റാണിത്. അതായത് ഭംഗിയായിട്ട് തന്നെ അന്ന് നടക്കുന്ന അവരുടെ ഏരിയയിൽ നടക്കുന്നതിന് മറുപടി കൊടുത്തതുകൊണ്ട് കൊണ്ട് തന്നെയാണ് പോകുന്നത്. വളരെ നല്ല രീതിയിൽ ഇന്ത്യ നമുക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് അങ്ങോട്ട് തുടർന്നുകൊണ്ട് പോകും. പാകിസ്ഥാൻ എന്ന് വേണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നൊരവസരം വരുന്നു, വളരെ ബുദ്ധിമുട്ടാണ്. 1971മായിട്ടാണ് ഇത് കമ്പയർ ചെയ്തിരിക്കുന്നത്. 1971 കമ്പയർ ചെയ്യുന്നില്ല. അന്ന് ബംഗ്ലാദേശ് പ്രത്യേകമായി മാറിയ ഒരവസ്ഥയായിരുന്നു. ഇന്നും പാകിസ്ഥാനിൽ പല രാജ്യങ്ങൾ അല്ലെങ്കിൽ പല രാജ്യങ്ങളായിട്ട് മാറിക്കൂടാന്നില്ല എന്നൊരു ചിന്താഗതിയിൽ വന്നിരിക്കുന്നത്. ബലൂച്ച് തന്നെ അതിനൊരു ഉദാഹരണമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഛിന്ന ഭിന്നമാകുന്ന ഒരു പാകിസ്ഥാൻ ഇതിൻ്റെ എൻഡിൽ ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ദിസ് വാർ അല്ലെങ്കിൽ അൺഡിക്ലെയർഡ് വാർ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഇത് തുടർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകത്തില്ലേ? കാരണം ദാരിദ്ര്യം അങ്ങേയറ്റത്തിൽ എത്തും. തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തു നിന്നും. ഇതിപ്പം നമുക്ക് പറയുന്നത് ഇന്നലെ നമ്മുടെ TV ചാനലുകളിൽ തുടരെ കാണിച്ച ഒരു സംഭവം ഉണ്ടായി.
അവിടുത്തെ ഒരു സർവീസിലുണ്ടായിരുന്ന ഒരു മേജർ, റിട്ടയർഡ് മേജർ, ഇത് പ്രായമായൊരു മനുഷ്യൻ, ഒരു നരച്ച താടിയൊക്കെ വെച്ചിട്ട്, അദ്ദേഹം ഇന്ന് അവിടുത്തെ അസംബ്ലിയിൽ, പാകിസ്ഥാൻ അസംബ്ലിയിൽ MP ആണ്, മെമ്പർ ഓഫ് പാർലമെന്റ്. പൊട്ടിക്കരയുന്നതാണ് നമുക്ക് കാണാം. അള്ളാഹുവിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. അത് തന്നെയാണ് നമുക്കൊരു അവിടുത്തെ ആ ഒരു അതൊരു ജനവികാരമാണത്. ജനവികാരമാണ്. ആ ജനവികാരം അദ്ദേഹം വെച്ചിട്ട് പാകിസ്ഥാൻ അത് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലും അത് അക്സെപ്റ്റ് ചെയ്യാതെ എന്തോ ഒരു ഫാൾസ് ഈഗോയുടെ ഒരു രീതിയിലേക്ക് അവർ പോകുന്നു. പക്ഷെ പൊട്ടിക്കരഞ്ഞ് MP ചിലപ്പോൾ സേന നോട്ടോടും ഉണ്ടായിക്കൂടുന്നില്ല. അങ്ങനെയൊക്കെ അവിടുത്തെ ആക്ച്വാലിറ്റി എന്താണെന്നുള്ളത് അല്ല ഇന്ന് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കുമുള്ള അവിടുത്തെ ആളുകളുടെ വികാരമല്ല ഇന്ന് പാകിസ്ഥാൻ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വികാരം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇത് വിഡ്രോ ചെയ്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു രാഷ്ട്രം, ഞാനും പറയുന്നത് എന്തിനാണ് നമ്മുടെ ഒരു അയൽക്കാരൻ ഈ ഒരു ടെററിസം മാത്രം കൊണ്ട് ജീവിക്കുന്ന ഒരു രാഷ്ട്രമായി മാറാതെ അവരുടേതായിട്ട് രീതിയിൽ അവർ വളരുന്നതിനുള്ളും അവരുടെ എക്കോണമി വളർത്തുന്നതിനും അവരുടെ നാട്ടുകാരെ വളർത്തുന്നതിനും നാട്ടുകാരുടെ ഉന്നതിക്കും ഉയർച്ചയ്ക്കും വേണ്ടി വർക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ ചിന്തിക്കണം പോസിറ്റീവായിട്ട്. അവരത് ചിന്തിക്കാതെ ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അവർ മാറ്റിയേ പറ്റൂ. അത് ഈ യുദ്ധത്തോടു കൂടി അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. യുദ്ധമല്ല, അൺഡിക്ലെയർഡ് വോർ അത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.